ഹലോ, അസ്സലാമു അലൈക്കും. റമളാൻ മുബാറക്. വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ബാത്തി. കുറച്ചധിക ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വന്നൊരു ഗ്യാപ്പാണിത്. പിന്നീട് ഹെൽത്തൊക്കെ ഓക്കെ ആയെങ്കിലും ട്രാക്കിൽ നിന്ന് മാറിയതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഗ്യാപ്പ് നീണ്ടുപോയി. ഈ ഒരു സമയത്ത് വീഡിയോസ് ചെയ്യാത്ത എന്താണെന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചോദിച്ചിരുന്നു. ഒരാൾ നമ്മളെ തിരക്കിയാലും സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇത്രയധികം പേര് ചോദിച്ച സ്ഥിതിക്ക് ഇനി മടി പിടിച്ചിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തന്നെ തോന്നി. ആ മടിയുടെ എഫക്റ്റ് ആയിരിക്കണം ഫെബ്രുവരി ലാസ്റ്റും മാർച്ച് ആദ്യമൊക്കെ ആയിട്ട് എടുത്ത ഈ വീഡിയോ എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി മടിയൊക്കെ മാറ്റി ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും വീഡിയോ ചെയ്യണം എന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരാം. മോൾക്കിപ്പോൾ 9 മാസം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമൃതം പൊടി കൊണ്ട് സമ്പന്നയാണ് ഞാനിപ്പോൾ. മോൾക്ക് ഞാനിതങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇതിപ്പോൾ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ഞാൻ അമൃതം പൊടി കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കുന്നൊരു വീഡിയോ കണ്ടത്. ഒരു പാക്കറ്റ് അമൃതം പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചുവട് പരന്നൊരു പാത്രത്തിൽ വറുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഈ പൊടിയിൽ കുറച്ച് ഭാഗത്തൊക്കെ കരിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. പാത്രത്തിലെ ചൂടുകൊണ്ട് പൊടി വീണ്ടും കരിയണ്ടെന്ന് കരുതി ഏകദേശം 1 മിനിറ്റും കൂടെ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അമൃതം പൊടിയിൽ പഞ്ചസാരയുടെ അളവുള്ളതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ലെന്നുള്ള പല വീഡിയോസും ഞാൻ കണ്ടിരുന്നു. ഇതിൻ്റെ പാക്കറ്റ് നോക്കിയപ്പോൾ അതിൽ പഞ്ചസാരയുടെ അളവ് 20% കണ്ടു. ഇത് 1/2 കിലോ വരുന്നൊരു പാക്കറ്റാണ്. 1/2 കിലോയുടെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 100 ഗ്രാം പഞ്ചസാരയാണ്. അപ്പോൾ ഇത്രയും പഞ്ചസാരയൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലാന്ന് തോന്നി. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുമെന്നുള്ള കുറച്ച് സ്റ്റഡീസൊക്കെ ഞാൻ കണ്ടിരുന്നു. മാത്രവുമല്ല, മോളിപ്പോൾ കുറുക്കൊന്നും കുടിക്കാറില്ല. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ വറുത്ത അമൃതം പൊടിയിലേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യണം. അപ്പോഴേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടെ വന്നിരുന്നു. ഇതുപോലെയുള്ള ഐറ്റംസിൽ തേങ്ങ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ തേങ്ങ ഇട്ടതും ഇടാത്തതും ഒക്കെ ഒരേപോലെയാണെന്ന് മനസ്സിലായത്. നേരത്തെ ഉരുക്കാൻ വെച്ച ശർക്കര നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല പതഞ്ഞ കോഫിയാണ് ഓർമ്മ വരുന്നത്. ശർക്കര ഉരുക്കിയത് ചൂടോടെ തന്നെ അമൃതം പൊടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം ചെറിയ ചൂടാവുമ്പോൾ ബോൾസ് ആക്കി എടുക്കാം. ആകാംക്ഷയും കൊതിയും കാരണം ഒരു ലഡു ഞാൻ അപ്പം തന്നെ അകത്താക്കി. എൻ്റെ പൊന്നോ, പണ്ട് ഉമ്മ ഉണ്ടാക്കി തരുന്ന അവലോസ് ഉണ്ടയുടെ അതേ ടേസ്റ്റ്. പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി 2 കൈ കൊണ്ടും ബോൾസ് ആക്കാൻ തുടങ്ങി. പക്ഷേ ഇടത് കൈക്ക് മറ്റവനെ പോലെ അളവുകളുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ 2 ശ്രമങ്ങൾ പാളിപ്പോയി. ഞാൻ നേരത്തെ അകത്താക്കിയ 2 ലഡുവും കൂടെ ചേർത്ത് ഇത്രയും ലഡുവാണ് ഒരു പാക്കറ്റ് അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയത്. ലഡു എല്ലാം ഞാനൊരു കണ്ടെയ്നറിലാക്കി വെച്ചു. ഇതൊക്കെ ഒരു ആഡംബരമാണ്. 2 ദിവസം കൊണ്ട് ഇത് ഞാൻ തന്നെ തീർക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വൈകിട്ടായപ്പോൾ ഞങ്ങളത് പുറത്തു പോയി. ആഴിമല ബീച്ചിലേക്കാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ആഴിമലയിൽ പോകുന്നത്. അവിടെ ഒരു വലിയ ശിവപ്രതിമയുണ്ട്. കുറച്ച് നാളായിട്ട് എനിക്കത് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ അവിടെയാണ് ആ ശിവപ്രതിമ ഉള്ളതെന്നോ അവിടെ എത്തുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിവപ്രതിമ. ഇനി വരുമ്പോൾ ഇതൊന്ന് അടുത്ത് കാണണം. ഈ കൽപ്പടവുകൾ കയറി പോകുന്നത് ഏതോ അമ്പലത്തിലേക്കാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അതൊരു റിസോർട്ടിൻ്റെയോ റെസ്റ്റോറൻറ്റിൻ്റെയോ എൻട്രൻസ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള മറ്റ് ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ മണൽ നല്ല വെളുത്തതും വളരെ സോഫ്റ്റും ആയിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം ആ സോഫ്റ്റ്നെസ് ആസ്വദിച്ചാണ് ഞാൻ നടന്നത്. ഹസ്ബൻഡ് കുറച്ച് ബിൽഡപ്പ് തന്നെ കയറിയ കടയാണിത്. എന്തായാലും അത് മോശമായില്ല. നല്ല സോഫ്റ്റ് പത്തിരിയും ജ്യൂസി ചിക്കനും. നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ജേർണൽ ഓർഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ ഒരു ജേർണലാണിത്. ഡിസംബർ ലാസ്റ്റ് വന്നതാണിത്. ആ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. ഞാനത് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഒരു താങ്ക് യു നോട്ടൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ജേർണലാണിത്. ജാനുവരിയിലെ പുതിയ ശീലങ്ങളോടൊപ്പം തുടങ്ങണം എന്ന് വിചാരിച്ചതാണ് ജേർണലിങ്. പക്ഷേ ഇപ്പം മാർച്ചിലാണ് ഞാനിത് എടുക്കുന്നത്. കുഴപ്പമില്ല, പുതിയ മാസവും ഒരു പുതിയ തുടക്കമാണല്ലോ. ഡയറി എഴുതുന്ന ശീലമുണ്ടെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ജേർണലിങ്ങിനെ പറ്റി എനിക്ക് വലിയ പിടിയില്ല. ഈ അടുത്ത കാലത്താണ് ഞാൻ ജേർണലിംഗ് വീഡിയോസൊക്കെ കാണുന്നത്. നല്ല രസമാണ് അതൊക്കെ കണ്ടിരിക്കാൻ. അങ്ങനെയാണ് എനിക്കും ചെയ്താലോ എന്ന് തോന്നുന്നത്. ആദ്യത്തെ ഉദ്യമം ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഭംഗിയും വൃത്തിയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പോകെ പോകെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട്. മഴ പെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അടുത്ത പേജിൽ മഞ്ഞ നിറത്തിൽ 2025 എഴുതാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മഞ്ഞയെന്ന് പറയുമ്പോൾ പോസിറ്റിവിറ്റിയുടെ കളറാണല്ലോ. ഒരു മോഹമഞ്ഞ. കാക്കയെ കൂടെ ഇവിടെയൊക്കെ ഇട്ട് ഒരാളെ ഇവിടെ അടക്കിയിരുത്തിയിരിക്കുകയാണ്. പെയിൻറ്റിന് മുകളിൽ പേന കൊണ്ട് എഴുതിയത് നല്ല വൃത്തികേടായിരുന്നു. ഇനി മഞ്ഞ നിറം അടിച്ചാലും അത് കവറപ്പാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് വെള്ള പെയിൻറ്റ് ചെയ്ത് നോക്കി.
പെയിൻറ് ഉണങ്ങുന്ന സമയം കൊണ്ട് ഈ ഒരു പേപ്പറിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതാമെന്ന് വിചാരിച്ചു. പെയിൻറ് ഉണങ്ങുന്നതിനോടൊപ്പം മഷിയും തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ കട്ടിയിലൊന്ന് പെയിൻറ് ചെയ്ത് നോക്കി. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടതോടെ വിഷമത്തോടെ ഞാൻ അടുത്ത പേജ് എടുത്തു. ഇനി ഇതുപോലൊരു പേജ് വേസ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിൽ തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ അടുത്ത പേജ് എടുത്തത്. കുറേ നാളിന് ശേഷം ബ്രഷ് പിടിക്കുന്നതിൻ്റെ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. എങ്കിലും ആദ്യത്തെ ലെറ്റർ തന്നെ നന്നായിട്ട് വന്നത് എന്നിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി. ഈ സ്റ്റിക്കറൊക്കെ പേപ്പർ ക്യാരി ബാഗിൽ വരച്ച് വെട്ടിയെടുത്തതാണ്. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ന്യൂ ഇയർ ഗോൾസ് ഒക്കെ എഴുതാമെന്നാണ് വിചാരിച്ചത്. എൻ്റെ കാര്യത്തിൽ എഴുതാനിരുന്നാലൊരു മ്ലാനതയും എഴുതി തുടങ്ങിയാൽ ശാഗ്രയുമാണ്. ഇനി ചെയ്തതിൻ്റെ ഭംഗി നോക്കൽ സെഷനാണ്. ആദ്യത്തെ പേജിൽ എനിക്കൊരു ചെറിയ തൃപ്തിക്കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഈ ഒരു പേജ് ആദ്യത്തെ പേജിൻ്റെ കൂടെ ഒട്ടിച്ച് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതോ നമുക്ക് പറ്റുന്ന തെറ്റുകളുടെ സ്മാരകമായിട്ട് ഇങ്ങനെ നിലനിർത്തണോ? അതെന്തായാലും പിന്നീട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. എന്താവും എങ്ങനെയാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ജേർണലിംഗ് തുടങ്ങിയത്. പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 1 വർഷം കൊണ്ട് ഈ ജേർണൽ തീരുമോ അതോ പേപ്പറുകൾ ബാക്കിയാവുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ഞാനിത് തുടരുക തന്നെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. വീട്ടിലെല്ലാവർക്കും നോമ്പായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.